ലോകപ്രശസ്തമായ ആൽപ്സ് പർവ്വതനിരകളുടെ ഭംഗിയേറിയ കാഴ്ചകളിലേക്കാണ് ഇന്ന് യാത്രയുടെ വഴികൾ തുറക്കുന്നത്. സ്വിറ്റ്സർലാൻഡ് ടൂറിലെ ലീഡർ ഒക്കെ പറയുന്നത് പോലെ സ്വർഗം താനിറങ്ങി വന്നതോ. ഇതാ മായക്കാഴ്ചകളുടെ ലോകം. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒറ്റ വിസ, ഷെൻഗൻ വിസ മതിയല്ലോ. എന്നാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേക അനുമതി ആവശ്യമുണ്ട്. ഒരു യുദ്ധത്തിലും പങ്കെടുക്കാതെ നിഷ്പക്ഷത പാലിച്ചതിനാൽ സായുധ നിഷ്പക്ഷ രാജ്യം എന്ന ഖ്യാതിയുള്ള സ്വിറ്റ്സർലൻഡിൻ്റെ തലസ്ഥാനം ബേൺ. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ സ്വിറ്റ്സർലൻഡിനെ വളരെ കുറഞ്ഞ ചരിത്രം മാത്രമേ നമ്മോട് പറയാനുള്ളൂ. ഒരു കൊച്ചു രാജ്യം. ഏറ്റവും ഉയർന്നതാണ് ഇവിടുത്തെ കൂലിയും വേതനവും. ഒരു ദിവസത്തിൽ 5 മണിക്കൂറാണ് യൂറോപ്പിൽ പൊതുവെ പ്രവൃത്തി സമയം. ഇന്ത്യക്കാർക്ക് ഇവിടെ ധാരാളം തൊഴിലവസരങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകമായ കോട്ട ഓരോ വർഷവും ഇവർ പ്രഖ്യാപിക്കും. അതനുസരിച്ച് ഇങ്ങോട്ട് വിസ അനുവദിക്കും. IT, ഫാർമ, ഫിനാൻസ്, എഞ്ചിനീയറിംഗ്, ആരോഗ്യ സംരക്ഷണം ഇവയിലെ ഉയർന്ന യോഗ്യതയുള്ള പ്രൊഫഷണലുകൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്. ജോലി ചെയ്യുന്നവരിൽ 30% പേരും വിദേശികളാണ് ഇവിടെ. 1291 ഒരു ഫെഡറേഷനായി ഇത് രൂപം മാറുന്നത്. 1353 വികസിച്ച് രാഷ്ട്രമായി വളർന്നു സ്വിസ് റിപ്പബ്ലിക്. ആയുർദൈർഘ്യത്തിൽ 2ാം സ്ഥാനമുണ്ട് ഈ രാജ്യത്തിന്. ഫ്രാൻസിനോട് ചേർന്ന് കിടക്കുന്ന കൊച്ചു രാജ്യമായ മൊണാക്കോ ആണല്ലോ 1ാം സ്ഥാനത്തുള്ളത്. കമ്പനികൾ, ചോക്ലേറ്റ്, ബാങ്കുകൾ എന്നിവയാൽ കേൾവികെട്ട രാജ്യമാണിത്. സ്വിസ് ബാങ്ക് അക്കൗണ്ടെന്ന് കേൾക്കാത്തവരുണ്ടാവില്ലല്ലോ. പേരിന് പകരം നമ്പറുകളാണ് ഇവിടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യത സൂക്ഷിക്കപ്പെടുന്നു. വളരെ ഉയർന്ന ബാങ്കിംഗ് റേറ്റുള്ള രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് എന്നതിനാൽ സാമ്പത്തിക തകർച്ച ഉണ്ടാവില്ലെന്നതാണ് അടുത്തൊരാകർഷണം. ഒരേ അക്കൗണ്ടിൽ തന്നെ $, യൂറോ, ബ്രിട്ടീഷ് പൗണ്ട്, സ്വിസ് ഫ്രാങ്ക് തുടങ്ങിയ വിവിധ വിദേശ കറൻസികളിൽ പണം സൂക്ഷിക്കാം. ലോകത്തെവിടെ നിന്നും പണമിടപാട് നടത്തുകയും ചെയ്യാം. 4 ഭാഷകൾ ദേശീയ ഭാഷകളായി കണക്കാക്കുന്ന മറ്റൊരു രാജ്യവും ലോകത്തില്ല. ജർമ്മൻ, ഫ്രഞ്ച്, ഇറ്റാലിയൻ, റോമൻഷ് എന്നീ ഭാഷകളാണവ. ലോകത്തെ ഏറ്റവും നീളം കൂടിയ തുരങ്ക റെയിൽപാതയും ഇവിടെയാണ്, ഗോദാർഡ് തുരങ്കപ്പാത. നമുക്കിനി യാത്രാവിശേഷങ്ങളിലേക്ക് പോകാം. പ്രശസ്തമായ റൈൻ വെള്ളച്ചാട്ടം കാണാനാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. ഷാങ്ഹൗസൻ പട്ടണത്തിലെ ഈ വെള്ളച്ചാട്ടമാണ് യൂറോപ്പിലെ ഏറ്റവും വലുത്. 150 മീറ്റർ വീതി, 23 മീറ്റർ ഉയരം. ഓരോ സെക്കൻഡിലും 600 ക്യൂബിക് മീറ്റർ വെള്ളമാണ് കുതിച്ചൊഴുകുന്നത്. 17,000 വർഷം പഴക്കമുണ്ടത്രേ ഇതിന്. വെള്ളച്ചാട്ടത്തിൻ്റെ സുന്ദര ദൃശ്യം അടുത്തു നിന്ന് ആസ്വദിക്കാൻ ഞങ്ങളൊരു ബോട്ട് യാത്ര നടത്തി. ഒട്ടേറെ ജലവിനോദങ്ങൾക്കും ഇവിടെ അവസരമുണ്ട്. എല്ലാവർക്കും വെള്ളച്ചാട്ടം അടുത്തു നിന്ന് ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഈ ബോട്ട് യാത്ര. ഒന്ന് വട്ടം ചുറ്റും ബോട്ടിലേക്ക് വെള്ളമൊക്കെ തെറിക്കുന്നുണ്ട്. വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഈ ബോട്ട് യാത്ര. പുറത്തിറങ്ങിയപ്പോൾ കേൾക്കുന്നു നമ്മുടെ നാട്ടിലെ ചായ ഇവിടെ കിട്ടുമെന്ന്. മലയാളിയുടേതാകും കട. 4.5 യൂറോ കൊടുക്കണം. അതിനുശേഷം ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. എല്ലാവരും നല്ല ആഹ്ലാദത്തിലാണ് റൈൻ വെള്ളച്ചാട്ടത്തോട് യാത്ര പറഞ്ഞത്. 0 ഡിഗ്രിയിൽ താഴെ കോച്ചി ഉറയ്ക്കും തണുപ്പ്. സമുദ്രനിരപ്പിൽ നിന്ന് 3238 മീറ്റർ ഉയരം. ഇതൊരു മായാലോകം തന്നെയാണ്. മഞ്ഞണിഞ്ഞ ആൽപ്സ് പർവ്വതനിരകളിലെ പ്രധാന വിനോദ കേന്ദ്രമാണ് മൗണ്ട് ടിറ്റിസ്. ടിറ്റിസിലേക്കുള്ള യാത്ര തന്നെ മറക്കാനാകാത്ത അനുഭവമാണ്. കോടമഞ്ഞ്, പച്ചപ്പാർന്ന മലനിരകൾ,
അങ്ങ് മുകളിലതാ ഐസ്. അവിടെ എത്താനുള്ള ധൃതിയിലായി എല്ലാവരും. ടിക്കറ്റ് എടുക്കാൻ നല്ല തിരക്കുണ്ട്. പ്രവേശന ടിക്കറ്റ് കളയരുത് എന്ന് പ്രസാദ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. കയറുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായത്. മിക്കയിടത്തും ഈ പ്രവേശന പാസ് കാണിക്കണം. പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. കോട്ടും സൂട്ടുമൊക്കെ കരുതിയത് നന്നായി. 8 പേർക്ക് ഒരേ സമയം സഞ്ചരിക്കാവുന്ന കേബിൾ കാറിലാണ് മുകളിലേക്കുള്ള യാത്ര. ലോകത്തെ ആദ്യത്തെ കറങ്ങുന്ന കേബിൾ കാർ ഇവിടെയാണ്, റൊട്ടയാർ. 360 ഡിഗ്രി കറങ്ങി നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ നന്നായി ആസ്വദിക്കാം. നന്നായി മഞ്ഞിറങ്ങിയതിനാൽ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും വ്യക്തമായി കാണാനൊത്തില്ല. അതുകൊണ്ട് തന്നെ ചിത്രമെടുക്കാനും പറ്റിയില്ല. ഏറ്റവും മുകളിലാണ് സമ്മിറ്റ് സ്റ്റേഷൻ ഉള്ളത്. ഇത് സമുദ്രനിരപ്പിൽ നിന്നും 9900 അടി ഉയരത്തിലാണ്. ഇതൊരു മഞ്ഞ് ലോകമാണ്. കൈകാലുകൾ മരവിക്കും. എന്നാലെന്ത്, എല്ലാവരും ചാടി തിമർക്കുകയാണ്. ഇവിടുത്തെ ഏറ്റവും അത്ഭുതകരമായ സംഗതി ഗ്ലേസിയൽ ഗുഹയാണ്. സമ്മിറ്റ് സ്റ്റേഷനിൽ നിന്നും മടങ്ങും വഴിയാണ് ഞങ്ങൾ ഈ ഗുഹയിൽ കയറിയത്. ഇത് ഒന്നൊന്നര ഗുഹ തന്നെ. 5000-ലേറെ പഴക്കമുള്ള മഞ്ഞുപാളികൾ തുരന്ന് മനുഷ്യൻ ഒരു ഗുഹ തന്നെ കൃത്രിമമായി പണിതിരിക്കുന്നു. ഐസിൻ്റേത് മാത്രമായൊരു ലോകം. ഇതൊരു അത്ഭുതം തന്നെയാണ്. ഐസ് കൊണ്ടൊരു ഗുഹ, നീലവെളിച്ചം, പർപ്പിൾ വെളിച്ചം, ആകെ മായാലോകം. നല്ല വഴുക്കലുണ്ട്, പേടിക്കണ്ട. പിടിക്കാൻ കൈവരികളൊക്കെ ഉണ്ട്. ഈ കൈവരി വിട്ടുപോകരുത്. പലരും ശ്രദ്ധിക്കാതെ പോയ കാര്യമാണ് പാദരക്ഷകളുടെ കാര്യം. ഗ്രിപ്പുള്ള ഷൂസ് അല്ലെങ്കിൽ പണിപ്പാളും, തെന്നി വീഴും. പലരും വഴുതി വീണു. എന്നാൽ ഇത്തരം വീഴ്ചകളിൽ വലിയ അപകടമൊന്നും സംഭവിക്കില്ല കേട്ടോ. പലപ്പോഴും ഈ ഗുഹ അടച്ചിടാനാണത്രേ പതിവ്. ഭാഗ്യം തുണച്ചു, ഞങ്ങൾക്കത് കാണാനൊത്തു. നടുക്കുള്ള സിംഹാസനത്തിലിരുന്ന് എല്ലാവരും രാജകീയ ഫോട്ടോകളൊക്കെ എടുത്തു. ഐസ് ഫ്ലയറിലെത്തിയാൽ ഇറങ്ങി നടക്കാം. തുറന്ന കസേരയിലാണ് അങ്ങോട്ടുള്ള യാത്ര. വലിയ സംഭവം തന്നെയാണ് യാത്ര. നല്ല പേടി തോന്നി. മുഖത്തേക്കാണ് മഞ്ഞുകാറ്റ് അടിച്ചു കയറുന്നത്. എന്നാലോ ഇതൊരു ത്രില്ലിംഗ് അനുഭവം തന്നെ സമ്മാനിച്ചു. ഈ ഗ്ലേസിയർ പാർക്കിൽ നിരവധി പരിപാടികളുണ്ട്. സ്റ്റാറ്റ്യൂബിംഗ് ആണ് പ്രധാനം. ട്യൂബിൽ കയറി അതിവേഗമുള്ള യാത്ര, തികച്ചും സാഹസികം. മൗണ്ടൻ ബൈക്കിംഗ്, ഷിപ്പ് ലൈനിങ്, ഹൈക്കിംഗ് ട്രെയിലറുകൾ, ആകെ പൊടി പൂരം. ടെറ്റിസ് പർവ്വത കാഴ്ചകൾക്കിടയിൽ ഗ്ലേസിയർ പാർക്കിൽ നിന്നിറങ്ങും വഴിക്ക് ഗ്ലേസിയൽ ഗുഹയും കഴിഞ്ഞുള്ള ഇന്ത്യൻ ഗ്രൂപ്പ് റെസ്റ്റോറൻറ്റിലാണ് ഉച്ചഭക്ഷണം. നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ക്യൂവിലാണ്. സീറ്റ് ഒഴിയുന്ന മുറയ്ക്ക് പ്രവേശനം കിട്ടി. എല്ലാ തരം ഭക്ഷണവും ഉണ്ട് ഇവിടെ. ചൂടുവെള്ളം കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി. ലൂസൺ നഗരത്തിന്റെ ചിഹ്നമായ ചാപ്പൽ ബ്രിഡ്ജിനുമുണ്ട് ഏറെ കഥകൾ പറയാൻ. മഴ പെയ്യുന്നുണ്ട്. ആകാശമാകെ കറുത്തുകൊണ്ടിരിക്കുന്നു. വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കപ്പൽ ബ്രൂക്ക് എന്നാണ് ജർമ്മൻ ഭാഷയിൽ പറയുക. 14-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. നഗരത്തിന്റെ കോട്ടകളുടെ ഭാഗമായിരുന്നു ഈ പാലം. 170 മീറ്റർ നീളം. 1333-ലാണ് വാട്ടർ ടവറും പാലവും നിർമ്മിക്കുന്നത്. 1993-ൽ തീപിടുത്തത്തിൽ മിക്കവാറും നശിച്ചു.
പഴമ നിലനിർത്തി പുനർനിർമ്മിച്ച പാലമാണ് നാം ഇപ്പോൾ കാണുന്നത്. റൂസ് നദിക്ക് കുറുകെയുള്ള ഈ പാലം യൂറോപ്പിലെ പഴക്കം ചെന്ന ട്രസ് പാലവും കൂടിയാണ്. ലൂനേഴ്സിന്റെയും സ്വിറ്റ്സർലാൻഡിന്റെയും ചരിത്രം മട്ടുപ്പാവിൽ എഴുതി വച്ചിട്ടുണ്ട്. ചിത്രങ്ങളാണ് പ്രധാനം. ഇതിലെ ഗോപുരത്തിൽ പണ്ട് സൈനികർ പാറാവുണ്ടായിരുന്നു. മേൽക്കൂരയിൽ അലങ്കരിച്ചിരിക്കുന്ന ത്രികോണാകൃതിയിലുള്ള ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ലൂനേഴ്സിന്റെ രക്ഷാധികാരിയായ സെന്റ് ലിയോഡഗറിന്റെ ജീവിതം, ദേശീയ നായകനായ വില്യം ടെല്ലിന്റെ പ്രവൃത്തികൾ, കോൺഫെഡറേഷൻ യുദ്ധങ്ങൾ എന്നിവയാണ് ചിത്രങ്ങളിലെ പ്രമേയം. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വാട്ടർ ടവറും ഈ ചാപ്പലിന്റെ ഭാഗമാണ്. ജയിൽ, പീഡനമുറി, ആർക്കൈവ്, വാച്ച് ടവർ, ലൈറ്റ് ഹൗസ് എന്നീ ആവശ്യങ്ങൾക്കാണ് പണ്ട് ഇത് ഉപയോഗിച്ചിരുന്നത്. 1386 ആബ്സ്ബർഗുകൾക്കെതിരായ സ്വിസ് കോൺഫെഡറേഷന്റെ വിജയം, 1792 ഫ്രഞ്ച് അധിനിവേശം, 1847 സോണ്ടർബണ്ട് യുദ്ധം തുടങ്ങിയ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് ഈ പാലവും ടവറും സാക്ഷിയായി. അതിസുന്ദരമായി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പാലം ഇതാദ്യമായാണ് ഞങ്ങൾ കാണുന്നത്. ഈ പാലത്തിന്റെ ചേർന്ന് തന്നെ ഭംഗിയുള്ള പഴയ ഒരു ഇരുമ്പ് പാലവും. റൂസ് നദിയിലെ കാഴ്ചകൾ, പഴയ പട്ടണം, പുതിയ പട്ടണം, ആൽസ്മറോ നിരവുകൾ, ഇവയുടെ വിശാലമായ കാഴ്ച ഇവിടെ നിന്നാൽ നമുക്ക് ലഭിക്കും. ഇതൊരു അപൂർവ മോണുമെന്റ് ആണ്, ലയൺ മോണുമെന്റ്. 1792 ഫ്രഞ്ച് വിപ്ലവകാലത്ത് ഫ്രഞ്ച് രാജാവായ ലൂയി 16 പ്രതിരോധിച്ചുകൊണ്ട് 600-ലേറെ പേർ മരിക്കുകയുണ്ടായി. ഇവർ സ്വിസ് ഗാർഡുകൾ. ഈ സ്വിസ് ഗാർഡുകളുടെ സ്മരണയ്ക്കായാണ് പാറയിൽ ഇത് കൊത്തിവെച്ചിരിക്കുന്നത്. വളരെ വികാരഭരിതമാണ് ഈ സിംഹസ്മാരകം. 20 അടി ഉയരവും 33 അടി നീളവുമുണ്ട് ഈ ശില്പത്തിന്. ഡാനിഷ് ശില്പിയായ ബർട്ടൽ തോർവാട്സിന്റെ ആശയത്തിൽ നിന്ന് ലൂക്കാസ് ഹോൺ എന്നയാളാണ് 1820-21 കാലഘട്ടത്തിൽ ഈ ശില്പം കൊത്തിവെച്ചത്. സ്വിറ്റ്സർലൻഡിലെ സവിശേഷ ചോക്ലേറ്റ് ആണ് കൊസാർഗ്രെയിൻ ചോക്ലേറ്റ്. ചോക്ലേറ്റ് സ്പെല്ല ബർവർ റെയിൻ എന്ന് ജർമ്മൻ ഭാഷ. സ്വിറ്റ്സർലൻഡിലെ അറിയപ്പെടുന്ന ചോക്ലേറ്റ് ആണ് കൊസാർഗ്രെയിൻ ചോക്ലേറ്റ്. ഇത്തരം ഒരു ചോക്ലേറ്റിന്റെ കടയിലേക്കാണ് പിന്നീട് ഞങ്ങൾ പോയത്. അതിഗംഭീരമാണ് ഇവിടുത്തെ ചോക്ലേറ്റ് വൈവിധ്യം. സുന്ദരമായി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നു. ക്രൂസിഗെയിൻ എന്ന സ്ഥലത്താണ് ഇതിൻ്റെ നിർമ്മാണശാലയുള്ളത്. മിക്കവരും ഇവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. വിൽക്കാനായി വച്ചിരിക്കുന്ന വസ്തുക്കളെ കൊണ്ട് ചുവരിൽ തയ്യാറാക്കിയ രാജ്യത്തിൻ്റെ പതാക കാണാൻ ഏറെ രസമുണ്ട്. ഗ്രാമീണ അന്തരീക്ഷത്തിലെ മൂവ് ആൻഡ് പിക്ക് ഹോട്ടലിലാണ് താമസം. 9 മണിയായി ഹോട്ടലിലെത്തിയപ്പോൾ അതിസുന്ദരമായ കാഴ്ചകൾ സമ്മാനിച്ച സ്വിറ്റ്സർലൻഡിനോട് വിട പറയുകയാണ്. ബൈ സ്വിറ്റ്സർലാൻഡ്.